അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കടം വന്ന് സംഭവിക്കാനുള്ള കാരണങ്ങളുണ്ട്. നാം എപ്പോഴും പറയാറുണ്ട് കടമാണ്. എത്ര തന്നെ അങ്ങ് കൂട്ടിമുട്ടിച്ചിട്ടും അത് കടങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നില്ല എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ആ കാരണങ്ങൾ വരുന്ന കടങ്ങൾ വരുന്ന കാരണങ്ങൾ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്നുള്ള മോചനം നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു നമുക്ക് കടങ്ങളിൽ നിന്നുള്ള മോചനം നൽകുമാറാകട്ടെ. ധാരാളം ഉറങ്ങുന്നത് കടം വരാനുള്ള ഒരു കാരണമാണ്. നമ്മുടെ ആഹാരത്തിൽ, ഭക്ഷണത്തിൽ, മഈശത്തിൽ ബറക്കത്ത് കുറഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്നും എവിടുന്നുമൊക്കെ കടങ്ങൾ വന്ന് കയറാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എപ്പോഴും ഉറങ്ങുക. എപ്പോഴും ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ ഒരവസ്ഥ അവന് കടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉറക്കത്തിന്റെ അവസ്ഥയാണ് അന്നൗമു ഉരിയാനൻ ഇദാലം യസ്തതിർ ബിശൈഇൻ. എന്തെങ്കിലും ഒരു വസ്ത്രങ്ങൾ കൊണ്ട്, അത് നമ്മൾ കിടപ്പറയിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെയുള്ള വസ്ത്രമാണെങ്കിലും ഏതെങ്കിലും വസ്ത്രം കൊണ്ട് ഔറത്ത് മറയ്ക്കാതെ നഗ്നനായി, പൂർണ്ണ നഗ്നനായി കടന്നുറങ്ങുന്നതും അത് കടം വരാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഉറങ്ങുന്ന സ്വഭാവം, നഗ്നനായി കിടന്നുറങ്ങുന്ന സ്വഭാവം, അതേപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങുന്ന ആ സന്ദർഭം, അതൊക്കെ നമുക്ക് കടങ്ങൾ വരാനും നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് കുറയാനും കാരണമാണ്. അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കുക. ജനാപത്തുകാരനായി കുറേ സമയം നിലനിൽക്കുകയും ആ സമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കുക, വെള്ളം കുടിക്കുക തുടങ്ങിയുള്ള ആ ഒരു കാര്യങ്ങൾ സംഭവിച്ച അവൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി അങ്ങനെ ഉണ്ടായാൽ അതും കടങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. അതേപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് തർക്കുൽ ഖുമാമ ഫിൽ ബൈത്സ്. അടിച്ചു വാരിയത്, നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരിയത് ഒരു മൂലയ്ക്ക് കൂട്ടിയിടും. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ വേസ്റ്റുകൾ പിന്നെ നമ്മൾ എടുത്ത് കളയുന്നത്. അതേപോലെ അങ്ങനെ മൂലയ്ക്ക് കൂട്ടിയിട്ടാൽ അതും കടങ്ങൾ ഉണ്ടാകാൻ കാരണമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒഴിവാക്കിയാൽ അത് നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് കുറയും, കടങ്ങൾ വിളിച്ചു വരുത്തും. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ഇരക്കണം. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ഇരക്കണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പകാലത്ത് ഞങ്ങളെ അവർ കാരുണ്യത്തോടെ വളർത്തി, അതേപോലെ റബ്ബേ നീ അവർക്ക് കരുണ ചൊരിയണമേ എന്ന് അവർക്ക് വേണ്ടി ദുആ ഇറക്കണം. അത് ആ ഒരു പ്രാർത്ഥന നാം ഉപേക്ഷിച്ചാൽ, മറന്നുപോയാൽ നമുക്ക് കടങ്ങൾ ഉണ്ടാകും, റിസ്ഖിൽ ബറക്കത്ത് കുറയും. അതുകൊണ്ട് നാം എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ഇറക്കണം. എല്ലാ വക്തിലും ദുആ ഇറക്കണം, എല്ലാ സമയത്തും ദുആ ഇറക്കണം. അതേപോലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് മാതാപിതാക്കളുടെ പേര് വിളിക്കുക. മാതാപിതാക്കളുടെ പേര് വിളിച്ചിട്ട് അവരെ അഭിസംബോധന ചെയ്യുക. തന്തെ, തള്ളെ, തന്തപ്പടി, തള്ളപ്പടി എന്നൊക്കെ വിളിക്കുക, അവരുടെ പേര് വിളിക്കുക. അത് കടം വരാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കുക. മാതാപിതാക്കൾ വരുമ്പോൾ അവരെ ബഹുമാനിക്കാതെ അവിടെ തന്നെ ഇരിക്കുക, അതുപോലെ തന്നെ അവരുടെ മുമ്പിലൂടെ നടക്കുക തുടങ്ങിയത് അതൊക്കെ കടങ്ങൾ വിളിച്ചു വരുത്താൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് തർക്കുൽ ഗുസ്ലിൽ അവാനി. പാത്രങ്ങൾ രാത്രിയിലോ മറ്റോ ഉച്ചയ്ക്കൊക്കെയോ നമ്മൾ ഭക്ഷണം കഴിച്ച വീട്ടിൽ കഴിച്ച പാത്രങ്ങൾ ഒന്നിച്ച് കൂട്ടിയിടുക. ആ വാഷ് ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ പാത്രങ്ങളാണ്. എപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ കഴുകാതെ അവിടെ ഇങ്ങനെ കൂട്ടിക്കിടക്കും. എന്നിട്ട് രാത്രിയിലോ മറ്റോ എഴുന്നേറ്റ് അത് ഒന്നിച്ച് കഴുകുന്നത് കാണാം. രാവിലെ വരുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ, ഉച്ചയ്ക്ക് വരുന്ന പാത്രങ്ങൾ അങ്ങനെ രാത്രിയിൽ വരുന്നത് അപ്പോൾ തന്നെ ആ സമയങ്ങളിൽ നാം കഴുകി മാറ്റിയാൽ നമുക്ക് അത് വൃത്തിയുമാണ്. ഇതേപോലെ കടങ്ങൾ വന്നു പെരുകാൻ അത് കാരണമാകുന്നൊരു വിഷയവുമാണ്. അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുക. അതേപോലെ ബാത്റൂമുകൾ വൃത്തിയാക്കാതിട്ടിരിക്കുക. ഉപയോഗിച്ച ഷാമ്പുവിൻ്റെ പാട്ടയും ഉപയോഗം കഴിഞ്ഞ ഷാമ്പുവിൻ്റെ പാട്ടയും, അതുപോലെ തന്നെ ഒരു ബാത്റൂമിലേക്ക് കയറുമ്പോൾ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കിയ വീടാണ്, പക്ഷേ ബാത്റൂമിലെ ചെരുപ്പ് അത് ഏതോ കാലത്തുള്ള ചെരുപ്പ് മോഡലാണ്. അതേപോലെ കുറേ മുടിക്കുറ്റിയും പേസ്റ്റ് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും, പഴയ കാലത്തെ ബ്രഷും ഇപ്പോഴത്തെ ബ്രഷും
ഒക്കെ ഇങ്ങനെ ഒരു ബാത്റൂമിൽ കയറുമ്പോൾ അറിയാം ആ വീട്ടുകാരുടെ വൃത്തിയെ സംബന്ധിച്ച്. അപ്പോൾ ബാത്റൂം വൃത്തിയാക്കാതെ ഉപേക്ഷിച്ചാൽ അവിടെ കടങ്ങൾ വന്ന് പെരുകാൻ കാരണമാണ്. അതേപോലെ വിളക്ക് ഊതി അണയ്ക്കുക, വിളക്ക് ഊതി അണച്ചാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാണ്. അതേപോലെ വൽ ഇംതിഷാതു ബി മഷ്തിൻ മക്സൂരിൻ, പൊട്ടിയ ചീപ്പ് വെച്ച് തല ചീവുക. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പൊട്ടിയ ചീർപ്പ് വെച്ച് തല ചീവുക, അതൊക്കെയും കടങ്ങൾ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് തലയിൽ കെട്ട് തൊപ്പിയൊക്കെ ഉപയോഗിക്കുന്ന ആണുങ്ങൾ നിന്നുകൊണ്ട്, അതേപോലെ നിന്നുകൊണ്ടാണ് തലയിൽ കെട്ടിയാൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അതേപോലെ നിന്നുകൊണ്ട് പാൻറ് പോലെയുള്ള അടിവസ്ത്രം പോലെയുള്ളത് നിന്നുകൊണ്ട് നാം ധരിച്ചാൽ അതും കടങ്ങൾ ഉണ്ടാകാൻ കാരണമാണ്. അതുകൊണ്ട് പാൻറ് പോലെയുള്ളത് ധരിക്കുമ്പോൾ ഇരുന്ന് ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഡെസ്കിലോ ഇരുന്നിട്ട് സമാധാനത്തിൽ നമ്മൾ അത് രണ്ട് കാലുകളും പ്രവേശിപ്പിച്ച് വസ്ത്രം മുകളിലോട്ട് ഉയർത്തുന്നതാണ് അതിൻ്റെതായ രീതി. ഒരു പക്ഷേ നമുക്ക് ബാലൻസ് തെറ്റിപ്പോയി നിലത്തടിച്ച് തലയടിച്ച് വീഴാൻ ഈ നിന്നുകൊണ്ട് നമ്മൾ പാൻറ് ഇടുമ്പോൾ അല്ലെങ്കിൽ അടിവസ്ത്രം നിക്കർ പോലെയുള്ളത് ഇടുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ ഇരുന്നു കൊണ്ട് പാൻറ് പോലെയുള്ളത് ധരിക്കുക, അല്ലെങ്കിൽ നിന്നുകൊണ്ട് തലയിൽ കെട്ടുക, അങ്ങനെയാണ് വേണ്ടത്. ഇരുന്നു കൊണ്ട് തലയിൽ കെട്ടിയാൽ അവൻ്റെ തലപ്പാവ് ധരിച്ചാൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. നിന്നുകൊണ്ട് പാൻറ് ധരിച്ചാൽ അല്ലെങ്കിൽ അടിവസ്ത്രം പോലെയുള്ളത് ധരിച്ചാൽ അതും ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. അതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതാണ്, പിന്നെ പള്ളിയിൽ നിന്ന് വേഗം എഴുന്നേറ്റ് പോകുന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. പള്ളിയിൽ നിന്ന് വേഗം എഴുന്നേറ്റ് പോകുന്ന ആൾ കൊണ്ട് സലാം വീട്ടിയാൽ ദുആ കഴിഞ്ഞാൽ വേഗം പള്ളിയിൽ നിന്ന് പുറത്തു പോകുക. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന കണക്കല്ല, സ്ഥിരം ഇവൻ്റെ പണി അങ്ങനെയാണ്. എന്നാലോ ഇവൻ്റെ ജോലി എന്താ? മാർക്കറ്റിലേക്ക്, കമ്പോളത്തിലേക്ക് ആദ്യം ചെല്ലുക, പള്ളിയിൽ അവസാനം വരിക, പള്ളിയിൽ നിന്ന് ആദ്യം പുറപ്പെടുക. കമ്പോളത്തിലാണെങ്കിലോ അവസാനത്തെ കടയുടെ ഷട്ടറും ഇട്ടതിന് ശേഷമേ ഈ ചങ്ങാതി കമ്പോളത്തിൽ നിന്ന് പോവുകയുള്ളൂ. അങ്ങനെയുള്ളവനൊക്കെ ദാരിദ്ര്യം വന്ന് ഭവിക്കാൻ കാരണമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ദാരിദ്ര്യം സംഭവിക്കാൻ, ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ, റിസ്കിൽ വിശാലത നഷ്ടപ്പെടാൻ ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. കടങ്ങൾ വന്നു ചേരുന്ന വഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ പറയുകയാണ്. കടങ്ങൾ വന്നു ചേരുന്ന നിരവധി വഴികളുണ്ട്. അതിലൊരു വഴിയാണ് അത്തഹാവുനു ബി സുഖാത്തത്തിൽ മാഇദ, ഭക്ഷണത്തളികയിൽ വീണുപോയ, പാത്രത്തിൽ നിന്ന് നമ്മളുടെ ഭക്ഷണത്തളിയിലേക്ക് താഴേക്ക് വീണുപോയ ഭക്ഷണം, അതിൻ്റെ ഭാഗം, നമ്മൾ സാധാരണയായി കഴിക്കുന്ന അരിയാഹാരങ്ങൾ, അതിൽ നിന്ന് വറ്റുകൾ താഴെ വീഴും. കുട്ടികൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ പ്ലേറ്റിൻ്റെ ഷേപ്പിന്, റൗണ്ടിന് വറ്റുകൾ കാണും. മുതിർന്നവരും അങ്ങനെയാണ്. ഇന്ന് സാധാരണ ഹോട്ടലുകളിൽ കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എത്രയാണ് ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത്. ആ ഭക്ഷണത്തെ നിസ്സാരമാക്കി കണ്ടാൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം വന്നു ചേരാൻ വേറെ എങ്ങും അവൻ പോകേണ്ടതില്ല. അവന് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ, ഭക്ഷണം വേസ്റ്റാക്കുന്ന കാരണം കൊണ്ട് തന്നെ, അവൻ്റെ ഭക്ഷണ പാത്രത്തിൽ നിന്ന് ഭക്ഷണത്തളിയയിലേക്ക് താഴെ വീഴുന്ന ഭക്ഷണം അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഒരർത്ഥത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അവൻ്റെ രോഗത്തിൻ്റെ മരുന്നാണ് താഴെ വീഴുന്ന ഭക്ഷണം, അതെടുത്ത് കഴിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം. നജസ്സാണെങ്കിൽ അത് കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ അവന് ആരോഗ്യമാണ്, ശിഫയാണ്, അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും ആ ഭക്ഷണപാത്രത്തിൽ നിന്ന് താഴെ പോകുന്ന ഭക്ഷണത്തെ നിസ്സാരമായി കണ്ടാൽ അവന് ദാരിദ്ര്യം സംഭവിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വക്കൻസുൽ ബൈത്തി ബില്ലൈൽ, രാത്രിയിൽ വീടടിച്ചു വാഴുന്ന സ്വഭാവം, രാത്രിയിൽ വീടടിച്ചു വാരുന്ന സ്വഭാവം ചില സ്ത്രീകളിൽ നമ്മൾ കാണുന്ന സ്വഭാവമാണ്. അവർക്ക് പകൽ ഒരു പക്ഷേ ഉറക്കമോ മറ്റു തിരക്കുകളോ ആണ്, എന്നാൽ രാത്രിയിൽ അവർ മറാലകൾ വൃത്തിയാക്കുകയും പൊടികൾ വൃത്തിയാക്കുകയും തൂക്കുകയും വീടടിച്ചു വാരുകയും ചെയ്യുന്ന സ്വഭാവം, അതും ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാരണം അത്തഹാവുനു ബിസ്വലാത്ത്, നിസ്കാരത്തിന് വലിയ മടി കാണിക്കുക. അവൻ നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ അവൻ മടിച്ചാണ് നിസ്കരിക്കുന്നത്. ചില സ്ത്രീകൾ തന്നെ അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അവർ ളുഹറിന്റെ സമയം വൈകിച്ച് അവസാനം ഒരു 10 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഉളു എടുത്ത് ളുഹറും നിസ്കരിച്ച് ആ പായയിൽ ഇരുന്ന് തന്നെ ഉടനെ അസ്റും നിസ്കരിച്ചിട്ട് ഇറങ്ങി വരുന്ന തരത്തിൽ നിസ്കാരത്തെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്തിലേക്ക് എത്തിച്ച്
നിസ്കാരത്തിൽ ഒരു വല്ലാത്ത മടി കാണിക്കുന്നു, അലസത കാണിക്കുന്നു, അത് സൂക്ഷിച്ചുകൊള്ളണം. ആ സ്വഭാവമുള്ളവർ സൂക്ഷിച്ചുകൊള്ളണം. അവൻ്റെ ജീവിതത്തിലും ദാരിദ്ര്യം കടന്നു വരാൻ വേറെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തന്നെ ധാരാളം മതി. ഏതൊരു ഇബാദത്തും അതിൻ്റെ ഒന്നാമത്തെ സമയത്ത് ചെയ്യണം. ഫിത്ർ സക്കാത്താണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ അവ്വൽ വക്തിൽ ചെയ്യണം. നിസ്കാരമാണെങ്കിൽ അതിൻ്റെ അവ്വൽ വക്തിൽ ചെയ്യണം. പെരുന്നാൾ നിസ്കാരങ്ങളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അതിൻ്റെ അവ്വൽ വക്തിൽ ചെയ്യണം. ജുമാ നിസ്കാരം ഇന്ന് പലപ്പോഴും പല വിഷയങ്ങളും അതിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നുകൊണ്ട് ആ ജുമായുടെ സമയം വൈകിച്ച് 1:30, 2, 3, 2:30 ഒക്കെ സമയങ്ങളായി മാറുന്നത് നാം കാണുകയാണ്. ഏതൊരു ഇബാദത്തും അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലായ സമയത്ത് ചെയ്യുമ്പോഴാണ് അതിന് പ്രതിഫലം കൂടുതൽ. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ അലസത കാണിച്ചാൽ, അവൻ വൈകിപ്പിച്ചാൽ, മനഃപൂർവ്വം വൈകിപ്പിച്ചാൽ അവന് ദാരിദ്ര്യം സംഭവിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വസ്ത്രത്തിലെ കീറിയ ഭാഗങ്ങൾ തുന്നിക്കെട്ടുക. ഉദാഹരണത്തിന് യൂണിഫോം ധരിച്ച ഒരു കുട്ടി, ആ കുട്ടി യൂണിഫോം ധരിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ബട്ടൺസ്, അതിൻ്റെ കുടുക്ക് ശരിയല്ല, അത് പൊട്ടിപ്പോയി. ഉടനെ തന്നെ ആ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് തന്നെ ഉമ്മ അതിൻ്റെ കുടുക്ക് ശരിയാക്കി കൊടുക്കും, അത് തയ്ച്ചു കൊടുക്കും, അതിൻ്റെ കീറിയ ഭാഗങ്ങൾ അത് ശരിയാക്കി കൊടുക്കും, നൂലും സൂചിയും കൊണ്ടുവന്ന് ശരിയാക്കി കൊടുക്കും. അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് അത് തുന്നിയാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതേപോലെ തർക്കുൽ ബൈത്തിൽ അങ്കബൂത്തി ഫിൽ ബൈറ്റ്സ്, ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ കാർ കിടക്കുന്ന കാർ ഷെഡിലും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും ഹാളിലും ഒക്കെ മൂലകളിൽ അതിൻ്റെ സാവിയകളിൽ ചിലന്തി വല കാണാം. അത് വൃത്തിയാക്കാൻ മറന്നുപോകും, അത് ശ്രദ്ധിക്കാതെ പോകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ മൂലകളിലെല്ലാം നമ്മളുടെ ബ്രഷ് കടന്നു ചെല്ലണം. എന്നിട്ട് ആ ചിലന്തി വലയുടെ കൂട്, അതിൻ്റെ വീട് അത് വൃത്തിയാക്കണം. ഏതെങ്കിലും ഒരു വീട്ടിൽ അത് വൃത്തിയാക്കാതെ ഉപേക്ഷിച്ചാൽ, വിട്ടുപോയാൽ ദാരിദ്ര്യം വന്നു കയറാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പിന്നൊരു കാര്യം, സൂക്കുകളിലേക്ക്, മാർക്കറ്റുകളിലേക്ക്, ചന്തകളിലേക്ക് അവൻ വലിയ തക്കബുറായി, വലിയ അഹങ്കാരിയായി, കിബറും നടിച്ചുകൊണ്ട് കടന്നു പോവുക. അതെല്ലാം ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണമായ വിഷയങ്ങളാണ്. മറ്റൊരു വിഷയം പറയുന്നത് യാചകന്മാരുടെ പാത്രത്തിൽ നിന്ന്, അവരുടെ ഭക്ഷണത്തിൽ നിന്ന് അല്പം എടുക്കുക. യാചകന്മാർ അവർ യാചിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എടുത്തു കഴിക്കുക. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഉസ്താദിന്റെ അട്ടിപ്പാത്രത്തിൽ നിന്ന് മീൻ എടുത്ത് കഴിച്ച ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുടെ വിഷയം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഉസ്താദിന് വരുന്ന ഭക്ഷണമാണ്, അത് തുറന്നു നോക്കുക. അദ്ദേഹം അവിടെ അധികാരപ്പെട്ട ഒരാളാണ്, അത് തുറന്നു നോക്കുക, എന്തൊക്കെ ഉണ്ടോന്ന് നോക്കുക. പറ്റുമെങ്കിൽ അതിൽ നിന്നൊരു കഷ്ണം മത്സ്യം പൊരിച്ചതോ അല്ലെങ്കിൽ കറി വെച്ചതോ എടുത്തു കഴിക്കുക. ഇത് ഒരു ദാരിദ്ര്യമുണ്ടാക്കുന്ന പണിയാണ്. അദ്ദേഹത്തിന് തന്നെ ആളുകൾ കൊണ്ടു കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിന് അനുവാദമില്ലാതെ കഴിക്കുകയാണ്. യാചകന്മാരിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് അതെടുത്ത് കഴിക്കുന്നത് അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന സ്വഭാവമാണ്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് വൽ കിതാബത്തു ബിൽ ഖലമിൽ മഅഖൂദ്, പൊട്ടിയ പേന കൊണ്ട് എഴുതുക. ഹോംവർക്ക് ചെയ്യാൻ അധികവും കുട്ടികളോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ ഉമ്മമാരാണ്, സഹോദരിമാരാണ്. അപ്പോൾ പൊട്ടിയ പേനയുണ്ടാവും, പൊട്ടിയ പെൻസിലുണ്ടാവും, അത് വെച്ച് എഴുതുക. അത് ദാരിദ്ര്യത്തിന് കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അൽ ബുഖിൽ, ലുബ്ധത, പിശുക്ക് കാണിച്ചാൽ അത് ദാരിദ്ര്യത്തെ കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും പിശുക്കി വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവൂല, പക്ഷെ യഥാർത്ഥത്തിൽ കോരുന്ന കിണറ്റിൽ നിന്നേ വെള്ളമൂറുകയുള്ളൂ എന്ന് നമ്മളുടെ പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചെലവഴിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഒരിക്കലും സ്വതക്ക ചെയ്യുന്നത് സമ്പത്തിൽ നിന്ന് കുറവില്ല, ഒരിക്കലും സക്കാത്ത് കൊടുക്കുന്നത് സമ്പത്തിനെ കുറയ്ക്കുകയല്ല, മറിച്ച് ആ സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാണ്, ആ സമ്പത്ത് ശുദ്ധിയാകാൻ അത് കാരണമാണ്. അതുകൊണ്ട് പിശുക്ക് കാണിച്ചു വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കുകയല്ല, മറിച്ച് അവൻ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുകയാണ്. അതുപോലെ തന്നെ അൽ ഇസ്റാഫ്, അമിതമായ ഉപയോഗം. വലാ തുസ്രിഫു, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു കുലു വശ്റബു, നിങ്ങൾ കുടിക്കുകയും അതുപോലെ തന്നെ ആഹരിക്കുകയും ചെയ്യുക, പക്ഷേ നിങ്ങൾ അമിതവ്യയം ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അമിതവ്യയം ചെയ്താൽ
അവന് ദാരിദ്ര്യത്തെ ഭയന്നുകൊള്ളട്ടെ എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള ഈ കാരണങ്ങളെ മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും. മറ്റൊരു ഹദീസ്, ഒരു ദിക്ർ ഞാൻ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലാ ഉഅല്ലിമുക ദുആഉൻ തദ്ഉ ബിഹി ലൗ കാന അലൈക മിസ്ലു ജബലി ഉഹുദിൻ ദൈനൻ ലഅദ്ദാഹു അല്ലാഹു അൻക. ഓ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മഹാനവർ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മുആദേ, നിങ്ങൾക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരട്ടെയോ? ആ ദുആ നിങ്ങൾ ദുആ ഇരുന്നാൽ ഉഹദ് പർവ്വതം പോലെയുള്ള കടം കൊണ്ട് നിങ്ങൾ വലഞ്ഞവനാണെങ്കിലും ലഅദ്ദാഹുല്ലാഹു അൻക, നിങ്ങളെ തൊട്ട് അള്ളാഹു ആ കടങ്ങളെ വീട്ടിത്തരുന്നതാണ്. അത്രയ്ക്കും പ്രമുഖമായ പ്രാധാന്യമുള്ള ആ ദുആ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസുഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനുദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ തുഅ്തീഹുമാ മൻ തശാ വതംനഉ മിൻഹുമാ മൻ തശാ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. സഹോദരങ്ങളെ, നിങ്ങൾക്കിത് സ്ക്രീനിൽ കാണാം, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അധികാരത്തിന്റെ ഉടമസ്ഥനായ രക്ഷിതാവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം നൽകും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ആ അധികാരത്തെ നീ ഊരിമാറ്റും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ചവരെ ഇസ്സത്തിലാക്കുകയും നീ ഉദ്ദേശിച്ചവരെ നിന്ദതയിലാക്കുകയും ചെയ്യും, ദില്ലത്തിലാക്കുകയും ചെയ്യും. എല്ലാത്തിനും അധികാരം അല്ലാഹുവിനാണ്. ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിന്റെ വക്കലാണ് നന്മകൾ അഖിലവും, നിന്റെ വക്കലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ നീ മാത്രമാണ്. ആര് അധികാരത്തിന്റെ അഹങ്കാരം കാണിച്ചാലും അതൊന്നും സ്ഥിരമായി നിൽക്കുന്നതല്ല. ആര് സമ്പത്തിന്റെ അകമ്പെരുമ കാണിച്ചാലും അതെല്ലാം അള്ളാഹു കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അധികാരം നൽകുന്നു, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് സമ്പത്ത് നൽകുന്നു. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് ഊരിയെടുക്കുന്നു. അവന് ആരും ചോദ്യം ചെയ്യാനില്ല, അവനോട് ആരും ചോദ്യം ചെയ്യാനില്ല, അവന് ആരോടും ചോദിക്കേണ്ടതും ഇല്ല. റഹ്മാനുദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റഹ്മാനായ അല്ലാഹുവാൻ. വറഹീമുഹുമാ, രണ്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയുന്നവനുമാണ്. തുഅ്തീഹുമാ മൻ തശാ, ആ ദുനിയാവിൽ നിന്ന് കരുണയും കാരുണ്യവും അതുപോലെ ആഖിറത്തിലും അവൻ ഉദ്ദേശിച്ചവർക്ക് നൽകുകയാണ്. വതംനഉ മിൻഹുമാ മൻ തശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവ രണ്ടിൽ നിന്നും അവൻ ഉദ്ദേശിച്ചവരെ അത് തടയുകയും ആണ്. എന്നിട്ട് അല്ലാഹുവിനോടുള്ള ദുആ, ഇർഹംനി, എന്നോട് നീ കരുണ ചൊരിയണേ അല്ലാ. റഹ്മത്തൻ, ഒരു കാരുണ്യം, ഒരു വണ്ണമായ കാരുണ്യം. എന്താണ് ആ കാരുണ്യത്തിന്റെ വ്യാപ്തി? തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്, മറ്റൊരാളുടെ കാരുണ്യത്തിന് കാത്തു നിൽക്കാതെ നിന്റെ കാരുണ്യം കൊണ്ട് തന്നെ എനിക്ക് ധന്യതയുണ്ടാവുന്ന അവസ്ഥയിൽ നീ എന്നെ ധന്യനാക്കണം, നീ എന്നെ റാഹത്തിലാക്കണം എന്ന പ്രാർത്ഥനയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട്, ഉഹദ് ജബൽ പോലെയുള്ള കടം നിനക്കുണ്ടെങ്കിലും മുആദേ, ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ നിന്റെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിത്തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന അത് വായിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് കടങ്ങൾ നിന്നുള്ള മോചനത്തിന്റെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ പാരമ്പര്യത്തിൽ വരുന്ന അവസാനത്തെ കുഞ്ഞിനെ വരെയും ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.